CAA നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് വെസ്റ്റ് ബംഗാളിൽ നടന്നൊരു പ്രസംഗത്തിൽ ഇന്ത്യ മുന്നണിയുടെ TMCയിലെ ഒരു യുവ നേതാവ് പ്രസംഗിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ആരാണ് ഭാരതമാതാവിനെ കണ്ടിട്ടുള്ളത്? എന്നിട്ട് അയാൾ വിശദീകരിക്കുന്നു. ആരെയാണ് ഭാരതമാതാവെന്ന് ആദ്യം വിശേഷിപ്പിച്ചതെന്നറിയാമോ? 1944 റങ്കൂണിൽ ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിക്കുമ്പോൾ നേതാജി സുഭാഷ് ചന്ദ്രബോസിന് 1,25,00,000 രൂപ കൊടുക്കാൻ ഒരു വ്യവസായി മുന്നോട്ട് വന്നു. അയാളുടെ പേര് യൂസഫ് എന്നായിരുന്നു. ആ യൂസഫ് എന്ന് പറയുന്ന ആൾ, യൂസഫ് മഫാനി എന്ന് പറയുന്ന അയാൾ 1,25,00,000 രൂപ കൊടുക്കുമ്പോൾ തൊട്ടു പിന്നിൽ ആ വേദിയിൽ ഒരു ഉമ്മ ഇരുന്ന് കരയുന്നുണ്ടായിരുന്നു. ആ ഉമ്മയോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, മോനെ, എൻ്റെ കയ്യിൽ പണമില്ല, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉള്ളത് മുഴുവൻ നിനക്ക് തരുമായിരുന്നു എന്ന് സുഭാഷ് ചന്ദ്രബോസിനോട് പറഞ്ഞു. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഉമ്മയോട് പറഞ്ഞു, ഉമ്മയ്ക്ക് പണമില്ലെങ്കിൽ എന്താ, ഒരു മകനില്ലേ എന്ന് ചോദിച്ചു. ഷാനവാസ് ഖാൻ. ആ ഷാനവാസ് ഖാനെ ഉമ്മ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി ചേർത്തു. ആ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഭാഗമായി തീർന്ന ഷാനവാസ് ഖാൻ ബ്രിട്ടീഷുകാരോട് പോരാടി മരണം വരിച്ചു കഴിഞ്ഞപ്പോൾ അപ്പോഴും വിങ്ങിപ്പൊട്ടിക്കൊണ്ടിരുന്ന ഉമ്മയെ നോക്കിയിട്ട് അസിമുല്ല ഖാൻ എന്ന തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തടക്കമുള്ളവർ മുന്നോട്ട് വെച്ചൊരു ഒരു മുദ്രാവാക്യമാണ് ഭാരത് മാതാ കി ജയ്. നിങ്ങൾ ഭാരതമാതാവിനെ കണ്ടിട്ടുണ്ടോ? ഇതാ ഈ ഉമ്മയാണ് ഭാരതമാതാവ് എന്ന് പറഞ്ഞു. ആ ഉമ്മമാരടക്കമുള്ളവരെ പാനിക്കാക്കിക്കൊണ്ടാണ് ഈ തിരഞ്ഞെടുപ്പിൽ CAA BJP ഉപയോഗിക്കുന്നത് എന്നാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറഞ്ഞത്. എവിടെയാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2019 ഈ വിഷയം ചർച്ചയാകുമ്പോൾ 3 ഉപതെരഞ്ഞെടുപ്പുകൾ ഈ 24 പർഗാനസിലടക്കമുള്ള ഭാഗങ്ങളിൽ നടന്നു. 3ഇടത്തും തൃണമൂൽ കോൺഗ്രസ് വിജയിച്ചു. അവിടുന്ന് പ്രചരണായുധമായി മാറിയത് ഈ CAA വിഷയമാണ്. ഇന്നിപ്പോൾ 2 ലോക്സഭാ മണ്ഡലങ്ങളിൽ 40%-ലധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മധുവ നമശുദ്ര കമ്മ്യൂണിറ്റിയാണ്. അതിൽ ഒരു മണ്ഡലം പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാവും. ആ മണ്ഡലത്തിൻ്റെ പേര് ബോൺഗാവ് എന്നാണ്. ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ശന്തനു താക്കൂർ എന്ന് പറയുന്ന അവിടുത്തെ മധുവ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട മന്ത്രിയാണ്. അദ്ദേഹം നേരിട്ടാണ് പറയുന്നത്, BJP വോട്ട് ചെയ്യൂ, ഇത്തവണ CAA നടപ്പിലാക്കുന്നത് കാണിച്ചു തരാം. സുജയ പാർവതി, CAA നടപ്പിലാക്കുന്നത് ബംഗാൾ പിടിക്കാനോ എന്ന് ബില്ലിൽ എഴുതിയിട്ടില്ല. പക്ഷേ ശന്തനു താക്കൂറിൻ്റെ നാവിലുണ്ട്, അത് നരേന്ദ്രമോദിയുടെ നാവിലുണ്ട്, അസം ഘട്ടിലുണ്ട്, അമിത്ഷായുടെ നാവിലുണ്ട്, ബംഗാളിലെ ക്യാമ്പയിനിലുണ്ട്. ആ ക്യാമ്പയിൻ എങ്ങനെ വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുകൊണ്ട് ഭാരത് മാതാ എന്ന് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അഡ്രസ്സ് ചെയ്ത ഷാനവാസ് ഖാൻ്റെ ഉമ്മമാരെ അടക്കം പാനിക്കിലാക്കിക്കൊണ്ട് CAA രംഗത്ത് വരുമ്പോൾ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രേക്ഷകർ അറിയണം. ഈ CAA നടപ്പിലാക്കുന്നത് കൊണ്ട് ഏതെങ്കിലും തരത്തിൽ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ആസാമിലോ ബംഗാളിലോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നതേയില്ല. കഴിഞ്ഞ തവണ 56 മണ്ഡലങ്ങളാണല്ലോ ലോക്സഭയിൽ ഈ ബംഗാളിലും ആസാമിലുമായിട്ടുള്ളത്. 27 മണ്ഡലങ്ങളിലാണ് കഴിഞ്ഞ തവണ BJP വിജയിക്കുന്നത്. CAA നടപ്പിലാക്കിയതിന് ശേഷം പ്രധാനപ്പെട്ട ഇടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം BJP അമ്പെ പരാജയപ്പെടുന്നു. അതിൻ്റെ കാരണം CAAയുടെ ബെനിഫിഷ്യറി ആകാൻ പോകുന്ന ഈ മധുവ കമ്മ്യൂണിറ്റിയിലെ ആളുകളാണെങ്കിലും അതല്ലാത്തവരാണെങ്കിലും ഇതിനകം തന്നെ പൗരന്മാരായി കഴിഞ്ഞവരാണ്. 2014 ഡിസംബർ 31 കട്ട് ഓഫ് ഡേറ്റ്. ആ കട്ട് ഓഫ് ഡേറ്റിന് മുൻപ് ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഒക്കെ കുടിയേറി വന്ന ഹിന്ദുക്കളും സിഖുകളുമായിട്ടുള്ളവർ പല വിധത്തിൽ അവർ പൗരത്വം നേടിക്കഴിഞ്ഞ ആളുകളാണ്. 2014 ഡിസംബർ 31 ശേഷം വരുന്ന ഒരാൾക്ക് CAAയുടെ ആനുകൂല്യം ഇപ്പോൾ കിട്ടില്ല. അവർക്ക് സ്വാഭാവികമായ പൗരത്വം മാത്രമേ ലഭ്യമാവുകയുള്ളൂ, നാച്ചുറലൈസേഷൻ വഴിയുള്ള പൗരത്വം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, 2014 ഡിസംബർ 31 ശേഷം കൂടുതൽ ആളുകൾക്ക് ഇത് അപേക്ഷിക്കാൻ കഴിയില്ല CAAയുടെ പേരിൽ. 2, അതിനു മുമ്പ് വന്നവരിൽ ഭൂരിഭാഗം ആളുകളും ഇതിനകം തന്നെ പൗരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്നു, അത് ബംഗാളിലും ആസാമിലും ഇൻഫോർമൽ വഴികളിലൂടെ. അപ്പോൾ ഒരു വലിയൊരു ആൾക്കൂട്ടം CAAയുടെ ഭാഗമായി പൗരത്വം സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്നില്ല. അങ്ങനെയെങ്കിൽ പിന്നെ എന്തിനായിരിക്കണം CAAയെക്കുറിച്ച് BJP ആവർത്തിച്ചു പറയുന്നത്? അത് അമിത്ഷായുടെ പ്രസംഗത്തിലേക്ക് മടങ്ങിപ്പോകണം. അത് കേവലം CAAയെക്കുറിച്ചുള്ളതല്ല, അതിനോടൊരു വാൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. CAA when linked to NRC becomes a bomb. CAA കടലാസിലിരിക്കുമ്പോൾ ഒരു ബോംബേ അല്ല. ആവർത്തിച്ച് പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു മുസ്ലിമിൻ്റെയും പൗരത്വം മുസ്ലിം പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്ന ഭേദഗതി മാത്രം കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ കഴിയില്ല. പക്ഷേ അതിനോടൊപ്പം NRC കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ, അത് പറഞ്ഞത് രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയാണ്, അമിത്ഷായാണ്, കൂട്ടിച്ചേർക്കുമ്പോൾ ആ സിറ്റിസൺഷിപ്പിൻ്റെ ടെസ്റ്റ് നിങ്ങൾ പാസ്സാവേണ്ടി വരും. ഇവിടെയാണ് ഒരു ട്രാപ്പ് കിടക്കുന്നത്. കാരണം
മധുവ കമ്മ്യൂണിറ്റിയിലെ അൺഡോക്യുമെന്റഡ് ആയിരിക്കുന്ന ആളുകൾ, പൗരത്വം നേടിക്കഴിഞ്ഞിരിക്കുന്ന ആളുകൾ, പല വഴികളിലും ഇൻഫോർമൽ വഴികളിലൂടെ പൗരത്വം നേടിയിരിക്കുന്നവരെ NRC വെച്ച് റീഓപ്പൺ ചെയ്താൽ അവർക്ക് ഡോക്യുമെന്റ് ഹാജരാക്കാൻ കഴിയാതെ വരും. ആസാമിൽ അത് സംഭവിച്ചു. ആസാമിലെ NRC പട്ടിക തയ്യാറാക്കിയപ്പോൾ കൂടുതലും പുറത്തായത് ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരായതിൻ്റെ കാരണം അവർക്ക് പൗരത്വമുണ്ട്, പക്ഷേ പൗരത്വത്തെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ഒരു കമ്മ്യൂണിറ്റിക്ക് ഹാജരാക്കാൻ കഴിയാതെ വന്നു. സുജിയ, ഇതിൽ ഏറ്റവും ഗൗരവമേറിയ കാര്യം എവിടെയാണെന്നറിയാമോ? ഇന്ന് നിങ്ങളുടെ മതം ഏതാണെന്ന് സർട്ടിഫൈ ചെയ്ത് കൊടുക്കുന്നത് ആരാണ്? ഏതെങ്കിലും ഒരു പുരോഹിതൻ. ആ പുരോഹിതൻ സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പുരോഹിതൻ സർട്ടിഫൈ ചെയ്താൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. പിന്നീട് NRC വരുമ്പോൾ അതും പോരാത്ത അവസ്ഥയുണ്ടാവുന്നു. അത് BJPക്ക് ഒരു വലിയ തിരിച്ചടിയായിത്തീരുന്നു. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ബംഗാൾ പിടിക്കാൻ വേണ്ടി BJP കൊണ്ടുവരുന്ന CAA ആത്യന്തികമായി ഈ 56 മണ്ഡലങ്ങളിലും നിർണായകമായി BJPക്ക് തിരിച്ചടിയായിരിക്കും നൽകുക എന്നുള്ളതാണ്. പക്ഷേ 2 മണ്ഡലങ്ങൾ, നേരത്തെ ഞാൻ പറഞ്ഞ ബോൺഗാവ്, അതുപോലെ തന്നെ റാണാഘട്ട്, ഈ 2 മണ്ഡലങ്ങളിലും ഈ മധുവ വിഭാഗത്തിൽപ്പെട്ട കമ്മ്യൂണിറ്റി 40% മുകളിലാണ്. ഈ മധുവ നാമശൂദ്ര കമ്മ്യൂണിറ്റിയുടെ വോട്ട് ബാങ്ക് ഈ 2 മണ്ഡലങ്ങളിലും 30 നിയമസഭാ മണ്ഡലങ്ങളിലുമുണ്ട്. ഈ മണ്ഡലങ്ങൾ സ്വാഭാവികമായും BJPക്ക് ഗുണമായി വോട്ട് എഴുതും. കാരണം കഴിഞ്ഞ തവണത്തെ പോൾ പ്രോമിസ് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ ഇതിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കൺഫ്യൂഷനും പാനിക്കും ചെറുതല്ല. ഇത് ഞാൻ ഈ പറയുന്നതിൻ്റെ കാരണം 2019 തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട്. ഈ ബംഗാളിലെയും ആസാമിലെയും 2014 മുമ്പ് കുടിയേറിയ പലരും ഇതിനകം തന്നെ പൗരത്വം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് CAയുടെ ആവശ്യമില്ല. പക്ഷെ അവർ ഭയക്കുന്നത് NRC ആണ്. അവിടെയാണ് അമിത്ഷാ NRCയെ CAയുമായിട്ട് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ഇതിനകം പൗരത്വം നേടിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ BJPക്കെതിരെ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ടെക്നിക്കൽ പോയിന്റായി ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ആഴത്തിൽ ചർച്ച ചെയ്താൽ അത് BJPക്കാണ് തിരിച്ചടിയായി തീരുക. ഗ്രൗണ്ട് വർക്കിൽ മമതാ ബാനർജി വിശേഷിപ്പിക്കുന്നത് അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും CAA ഒരു ലോലിപോപ്പ് ആണെന്നാണ്. ഞാൻ ഒരു പടി കൂടി കടന്ന് വിശേഷിപ്പിക്കുന്നു. ആ ലോലിപോപ്പ് എന്ന് പറയുന്നത് കറുപ്പ് കലർത്തിയിരിക്കുന്ന ലോലിപോപ്പാണ്, മതത്തിലൂടെ മയക്കിക്കിടത്തിയിരിക്കുന്ന ലോലിപോപ്പാണ്. സുപ്രീം കോടതിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ചില്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു നിയമനിർമ്മാണമായിരുന്നു CAA. അടിസ്ഥാനമായി CAA നിങ്ങളുടെ പൗരത്വം റദ്ദാക്കുന്നില്ല, പക്ഷേ CAയും NRCയും കൂടി എത്തുമ്പോൾ അതൊരു ചില്ലിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നു. ആ പാനിക്കിൽ നിന്ന് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. പക്ഷേ ആ പ്രോജക്റ്റ് പാളിപ്പോയിരിക്കുന്നു എന്നാണ് ഞാൻ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബംഗാൾ പിടിക്കാനാണ് CAA കൊണ്ടുവന്നതെങ്കിലും ആ അർത്ഥത്തിൽ കഴിഞ്ഞ തവണ നേടിയ 27 സീറ്റുകൾക്കും അപ്പുറം 19 വെസ്റ്റ് ബംഗാളിൽ നിന്ന്, 8 അസാമിൽ നിന്ന്, ഇതിനും അപ്പുറത്തേക്കൊരു സീറ്റ് BJPക്ക് ലഭിക്കും എന്നെനിക്ക് തോന്നുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ബംഗാൾ പിടിക്കാനാണോ എന്ന് ചോദിച്ചാൽ ബംഗാൾ പിടിക്കാനാണ് കൊണ്ടുവന്നത്, പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ BJPക്ക് കഴിയില്ല എന്നാണ് എൻ്റെ ടേക്ക്. Meet the editors.